ആയിട്ടുള്ള രാജാക്കന്മാരും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണോ സ്വാതിരുന്നാളുടെ കാലത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഐൻസ്റ്റീനെ വരെ ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. അഭിപ്രായ പ്രകടനങ്ങളിലൂടെ എപ്പോഴും ചർച്ചകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് അഖിൽമാരാർ. ഇപ്പോഴിതാ കേരളം എങ്ങനെ പുരോഗതിയുള്ള ഒരു സംസ്ഥാനമായി എന്നത് വിശദീകരിക്കവേ പറഞ്ഞ ഉദാഹരണത്തിലെ യുക്തിയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. കേരളത്തിലെ രാജാക്കന്മാരായ മാർത്താണ്ഡവർമ്മയോ സ്വാതി തിരുനാളോ ആയിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന അഖിലിന്റെ വാദമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ചരിത്രപരമായി അസാധ്യമാണ്. കാരണം മാർത്താണ്ഡവർമ്മ 1758 അന്തരിച്ചു. സ്വാതി തിരുനാളാകട്ടെ 1846 അന്തരിച്ചു. ഇവരുടെയൊക്കെ മരണത്തിന് ശേഷമാണ് ഐൻസ്റ്റീൻ ജനിക്കുന്നത്, അതും 1879. ഇത്രയും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന അഖിലിന്റെ പ്രസ്താവനയിലെ യുക്തിരാഹിത്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ പരിഹാസത്തിനും വിമർശനത്തിനും കാരണമായിരിക്കുന്നത്.